SSC RRB എല്ലാ പരീക്ഷയ്ക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The length of a rectangle is increased by 15% and the breadth is decreased by 5%. The net effect on the area is. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 15% കൂടുവാണ്, അതിന്റെ ബ്രെഡ്ത്ത് 5% കുറയുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയക്ക് വരുന്ന പെർസെന്റേജ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ നെറ്റ് എഫക്ട് ഓൺ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് കണ്ടെത്താനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ ലെങ്തിന് വരുന്ന പെർസെന്റേജ് ഓഫ് ചേഞ്ചിനെ നിങ്ങൾ എ എന്ന് വിളിക്കുക, എ. ഇനി ബ്രെഡ്ത്തിൽ വരുന്ന പെർസെന്റേജ് ഓഫ് ചേഞ്ചിനെ ബി എന്ന് വിളിക്കുക, ബി. അങ്ങനെയാണെങ്കിൽ ഏരിയക്ക് സംഭവിക്കുന്ന പെർസെന്റേജ് ഓഫ് ചേഞ്ച് എങ്ങനെ കണ്ടെത്താം? അതിന്റെ ഫോർമുല ഇതാണ്: എ പ്ലസ് ബി പ്ലസ് എ ഇൻറ്റു ബി ബൈ 100. ഇനി ഇവിടെ എയ്ക്കും ബിക്കും വാല്യൂ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താന്ന് പറയാം. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തിന്റെ പെർസെന്റേജ് ഓഫ് ചേഞ്ച് ആണ്. അതായത് ഇവിടെ 15% ലെങ്ത് കൂടുവാണ്. അപ്പൊ കൂടുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് 15 എന്ന് കൊടുക്കുക. എയ്ക്ക് പകരം 15, പ്ലസ് എന്ന് ഇടണമെന്നില്ല, 15 എന്ന് കൊടുത്തു. ഇനി ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്തിനുണ്ടാകുന്ന പെർസെന്റേജ് ഓഫ് ചേഞ്ച്. അപ്പൊ അവിടെ 5% കുറയുവാണ്. അപ്പൊ നിങ്ങൾ -5 എന്ന് കൊടുക്കുക. പ്ലസ് -5 പ്ലസ് ഇനി എ ഇൻറ്റു ബി. എ എന്ന് പറഞ്ഞാൽ 15 ആണ്, ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റു -5 ആണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. 15 -5 എത്രയാണ്? 10 ആണ്. പ്ലസ് 15 ഇൻറ്റു -5 ചെയ്യുമ്പോൾ -75 എന്ന് കിട്ടും ബൈ 100. 10 പ്ലസ് -75 ബൈ 100 എത്രയാണ്? -0.75 എന്ന് കിട്ടും. 10 - 0.75 എന്നാണ്. അപ്പോൾ അതിന്റെ ഉത്തരം പോസിറ്റീവ് 9.25 എന്ന് നിങ്ങൾക്ക് കിട്ടും. അതായത് 9.25% കൂടുകയാണ്. അപ്പോൾ ഇൻക്രീസ് ബൈ 9.25%. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.